അദ്ദേഹം പറഞ്ഞ ചില പരാമർശങ്ങളുണ്ട്. അതായത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് വിവരവും വിദ്യാഭ്യാസവും ഇല്ല എന്നൊക്കെയാണ്. ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നു. ഇതിങ്ങനെ നീണ്ടുപോവുകയാണ്. ഇതിനൊരു പരിഹാരം വേണ്ടേ? സർക്കാർ ഇടപെടുന്നുണ്ട്, പക്ഷേ അത് ഈ വിദ്യാർത്ഥികളെയല്ലേ ഇത് ബാധിക്കും? അത് ആരാണ് ശരിക്കും ആലോചിക്കേണ്ടത്? ശരിക്കും അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ഈ പറഞ്ഞ സിൻഡിക്കേറ്റ് മെമ്പർമാർക്ക് വിവരവും വിദ്യാഭ്യാസവും ഇല്ല. നമുക്ക് ആ സിൻഡിക്കേറ്റിലെ ഓരോരുത്തരുടെയും വിദ്യാഭ്യാസ യോഗ്യത വേണം എടുത്ത് പരിശോധിക്കാം. ഡോക്ടർ ഷിജു ഖാൻ, മുരളി സാർ, അങ്ങനെ ഓരോരുത്തരുടെ പേരെടുത്ത് നമുക്ക് പരിശോധിക്കാം. എല്ലാവരുടെ യോഗ്യതകൾ പറയട്ടെ. ഈ കേരള സർവകലാശാലയുടെ വി സി ആവാൻ ഇദ്ദേഹത്തിന് എന്താ യോഗ്യത? ഇദ്ദേഹത്തിൻ്റെ സൈറ്റേഷൻ എത്രയാണ് ഞാൻ ചോദിക്കുക? എത്ര സൈറ്റേഷൻ ഉണ്ട് ഡോക്ടർ മോഹൻ കുന്നുമ്മലിന്? എന്താണ് അദ്ദേഹത്തിൻ്റെ എച്ച് ഇൻഡെക്സ്? ഗ്ലോബൽ ഇൻഡെക്സിൽ ഈ പറഞ്ഞ സർവകലാശാല വി സിമാർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, റിസർച്ചുകാർ അവർ മുന്നോട്ട് വെക്കുന്ന അവരുടെ ഫെലോഷിപ്പിൻ്റെ ഭാഗമായി, അവരുടെ ഡോക്ടറേറ്റിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെക്കുന്ന എച്ച് ഇൻഡെക്സ്, എത്ര എച്ച് ഇൻഡെക്സ് ആണ് അദ്ദേഹത്തിനുള്ളത്? എത്ര സൈറ്റേഷൻസ് ആണ് അദ്ദേഹത്തിനുള്ളത്? എത്ര പേപ്പർ പ്രസൻറ്റേഷൻ അദ്ദേഹം നടത്തിയിട്ടുണ്ട്? ഉത്തരവുണ്ടോ? ആർക്കെങ്കിലും അറിയോ നിങ്ങൾക്ക്? കേരളത്തിലെ കേരള സർവകലാശാല ആൽബർട്ട് ഐൻസ്റ്റീനെ വി സി ആയി ക്ഷണിച്ച അതേ കേരള സർവകലാശാലയുടെ വി സി ഇന്ന് മോഹൻ കുന്നുമ്മൽ. അതിലേറെ നാണക്കേട് ആർക്കും വരാനില്ല, ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വരാനില്ല. യഥാർത്ഥത്തിൽ രാഷ്ട്രീയം കളിക്കുകയാണ്, വർഗീയ രാഷ്ട്രീയം. RSSന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കേരള സർവകലാശാലയെ കെട്ടാൻ ശ്രമിക്കുകയാണ്. രാജ്യത്തെ 9ാം റാങ്കിലുള്ള ഒരു സർവകലാശാലയാണ് ഇങ്ങനെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വി സി നടത്തേണ്ട പരാമർശമാണോ ഇന്ന് നടത്തിയിട്ടുള്ളത്? മാധ്യമങ്ങൾ പറയണം. ഒരു വി സി നടത്തേണ്ട പരാമർശമാണോ? മാധ്യമങ്ങൾ ഇപ്പോഴും ഇതൊരു പോരായി കാണുകയാണ്. ഇതൊരു പോരല്ല, ഇതൊരു അധിനിവേശമാണ്. ഇതിനെ പൂർണ്ണമായും അട്ടിമറിക്കാനുള്ള, ഇതിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള, വിദ്യാഭ്യാസ മേഖലയെ, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അട്ടിമറിക്കാനുള്ള അജണ്ടയാണ്. ആ അജണ്ട നടപ്പിലാക്കുകയാണ്. അതിന് പൂർണ്ണ പിന്തുണ ലഭിക്കുകയാണ് സംഘപരിവാറിൽ നിന്ന്. RSSന്റെ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്, ജ്ഞാനസഭയിൽ. ഒരു വിഷയമല്ലാതായി തീരുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു, രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ സർവകലാശാലയിൽ കൂടും. എന്ത് ഇടപെടലാണ്? കേരളത്തിൽ നിന്ന് ഇടത് സർക്കാരാണ്. സർവകലാശാല വി സിമാർ അവരെ നടപടിയെടുക്കുന്ന നിലത്തിലുള്ളൊരു നിയമനിർമ്മാണവും കേരളം ഉണ്ടാക്കിയിട്ടില്ല. കേരളത്തിലെ നിയമസഭ ഇന്നേ വരെ ഈ സർവകലാശാലകളെ പൂർണ്ണമായും ഭരിച്ചു കളയണമെന്നൊരു നിലപാട് ഉണ്ടാക്കിയിട്ടേ ഇല്ല. അങ്ങനെയാണെങ്കിൽ പണ്ടേ ഇവരെ സസ്പെൻഡ് ചെയ്യാൻ കഴിയുമായിരുന്നല്ലോ. പൂർണ്ണമായും സർക്കാരിന് ഇവിടെ ഇടപെടാൻ കഴിയുമെങ്കിൽ. എന്താണ് സർക്കാർ അതിലെടുത്ത നിലപാടെന്താ? പൊതുവിൽ നമ്മൾ തന്നെ എടുത്ത നിലപാടെന്താ? ഈ വിദ്യാഭ്യാസ മേഖല, അതിൻ്റെ സ്വതന്ത്ര വിജ്ഞാന ഉൽപ്പാദനം അത് അങ്ങനെ തന്നെ നടക്കണം. ആ നിലപാടാണ് നമ്മുടെ സാംസ്കാരിക കേരളത്തിനുള്ളത്. അങ്ങനെ നിലപാടുള്ളത് കൊണ്ടാണ് വി സിമാരെ നിയമിക്കുന്നതിൽ, അല്ലെങ്കിൽ അധ്യാപക വിചക്ഷണന്മാരെ നിയമിക്കുന്നതിൽ, കൗൺസിലുകളിൽ ആളുകളെ കൊണ്ടുവരുന്നതിൽ. ഇതിലൊക്കെ കേവലമായിട്ട് നമ്മൾ കാണുന്നത് മെറിറ്റാണ്. ഇപ്പോൾ മുന്നേ ഉണ്ടായിരുന്ന വി സിമാരെ നമുക്കെടുത്ത് പരിശോധിക്കാം. കണ്ണൂർ വി സി ഗോപിനാഥ് രവീന്ദ്രൻ, എന്താ അക്കാദമിക് യോഗ്യതയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? കാലിക്കറ്റ് വി സി ജയരാജ് സാറിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ലോകപ്രസിദ്ധനായിട്ടുള്ള ആളാണ്. MG വി സി ആയിരുന്ന സാബു സാർ, അദ്ദേഹത്തിൻ്റെ സൈറ്റേഷൻസിൻ്റെ എണ്ണമൊക്കെ നമുക്ക് വിചാരിക്കുന്നതിലും അപ്പുറമാണ്. ലോകപ്രസിദ്ധനാണ് അദ്ദേഹം. കേരള വി സി ആയി പ്രവർത്തിച്ച ആളുകൾ. അങ്ങനെ നമ്മുടെ ഈ കാലയളവിൽ ഈ സർക്കാർ തന്നെ നിയമിച്ച വി സിമാരെ എടുത്ത് പരിശോധിക്കണം. ഇവരുടെ എച്ച് ഇൻഡെക്സും സൈറ്റേഷൻസും ഒക്കെ എല്ലാവർക്കും അവൈലബിൾ ആണ്. പക്ഷേ ഈ പറഞ്ഞ വി സിക്ക് സിൻഡിക്കേറ്റുകാരെ അപമാനിച്ചല്ലോ. വി സി ആയി തുടരാൻ ഇദ്ദേഹത്തിന് എന്താ അധികാരമുള്ളത്? താൽക്കാലിക വി സി അല്ലേ, 6 മാസത്തേക്ക് നിയമിച്ചതല്ലേ, തുടരുകയല്ലേ, അള്ളിപ്പിടിച്ചിരിക്കുകയല്ലേ, കേരളത്തിലെ വിദ്യാർത്ഥികളെ തെരുവോരത്തിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തുകയല്ലേ, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ, ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ ആകെ തകർക്കാനുള്ള ഇടപെടൽ നടത്തുകയല്ലേ. ആ ഇടപെടൽ നടത്തുകയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മാധ്യമ സുഹൃത്തുക്കളായിട്ടുള്ള നിങ്ങളോടും പൊതുസമൂഹത്തോടും നിങ്ങൾ പറയേണ്ടതുമായിട്ടുള്ള കാര്യം ഇവിടെയാണ് നിലനിൽക്കുന്നത്. അദ്ദേഹം ഇന്ന് നടത്തിയ പരാമർശം, ഈ പറഞ്ഞ സിൻഡിക്കേറ്റ് മെമ്പർമാർ ആരെങ്കിലും ആ നിലയിൽ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചു? സിൻഡിക്കേറ്റ് എന്താണ്? സിൻഡിക്കേറ്റ് അതിൻ്റെ ഗവേണിംഗ് ബോഡിയാണ്. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോൾ നിയമസഭ, ഇവിടെ സർക്കാരുണ്ട്. സർക്കാർ എപ്പോഴെങ്കിലും നിയമസഭയിലെ മുഴുവൻ MLA മാരും അവരൊന്നിനും കൊള്ളാത്തവരാണെന്ന് എപ്പോഴെങ്കിലും പറയുന്നുണ്ടോ? അത് ഇതിൻ്റെ ഗവേണിംഗ് ബോഡിയാണ്, അത് ഇതിൻ്റെ കൗൺസിലാണ്. നമ്മുടെ നിയമസഭ എന്ന് പറയുന്നത് മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. അതുപോലെ സർവകലാശാലയിലെ മുഴുവൻ സംവിധാനങ്ങളെയും പ്രതിനിധീകരിക്കുന്നു സിൻഡിക്കേറ്റ്. ആ സിൻഡിക്കേറ്റാണ് ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്? കേന്ദ്രീകൃതമായിട്ടുള്ള RSS തത്വമാണ്. പൂർണ്ണമായും എൻ്റെ അടുത്താണ് അധികാരം എന്ന് സ്വയം കൽപ്പിക്കുകയാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് സംഘപരിവാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, സർവകലാശാലകളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്.
നമ്മൾ ജനാധിപത്യത്തിൻ്റെ മര്യാദയുടെ ഭാഗമായി നമ്മുടെ നിയമസഭ ഗവർണറെ ചാൻസലറാക്കി, അല്ലാതെ ഭരണഘടനയാക്കിയതല്ല. അതുപയോഗിച്ച് കേരളത്തിനെതിരെ തന്നെ പ്രവർത്തിക്കുകയാണ്. ആ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടത് അവരാണ്. അവർ ചെയ്യുന്ന തെറ്റുകളാണ്. അവർ ചെയ്യുന്ന തെറ്റുകളെ കോടതി വഴിയും പൊതുവിലും പൊതുജനങ്ങളെ അണിനിരത്തിയും വിദ്യാർത്ഥികളെ അണിനിരത്തിയും നിയമ സംവിധാനം ഉപയോഗിച്ചും നമ്മൾ പ്രതിരോധിക്കുകയാണ്. പ്രതിരോധിച്ചാണ് നമ്മളിപ്പോൾ കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുക എന്ന നിലപാട് ഉയർത്തിപ്പിടിക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമരം തുടരേണ്ടതായി വരും. അപ്പോൾ മോഹൻ കുന്നുമ്മൽ ഇന്ന് നടത്തിയിട്ടുള്ള പരാമർശമൊക്കെ അങ്ങേയറ്റം അപലപനീയമാണ്, തള്ളിക്കളയേണ്ടതാണ്. അത് അർഹിക്കുന്ന അവജ്ഞതയോടുകൂടി തള്ളിക്കളയുകയാണ്.